ഉല്ലാസ് ഇതൊന്ന് കേട്ടു നോക്കൂ. സനൂപ് മാസ്റ്റർ പറഞ്ഞ ആ ഒരു സാഹചര്യം, സദാനന്ദ മാഷ് നേരിട്ട ഒരു വലിയ ക്രൂരത നമ്മളൊക്കെ അറിവുള്ളതാണ്. ആ സദാനന്ദ മാഷുടെ പ്രതികളെ തിരിച്ച് ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആരാധനയോടുകൂടി കൊട്ടും കുരവയും ഒക്കെ ആയിട്ടാണ് യാത്രയാക്കിയത്. അപ്പോൾ സമീപനം ഇതാണ്. പോലീസിലായാലും പുറത്തായാലും ക്രിമിനലുകളോടുള്ള അനുഭാവം ഇതാണ്. ഇത് തന്നെയാണ് സമാനമായൊരു അറ്റാക്ക് നേരിട്ട ആൾ കൂടിയാണ് സനൂപ് മാസ്റ്റർ. ശ്രീ ഉല്ലാസ്. അല്ല, സനൂപിന് നേരിട്ട എല്ലാ വിഷയങ്ങളും എനിക്ക് വളരെ നേരിട്ട അനുഭവമുള്ളതാണ്. അത് പരിപൂർണമായിട്ടും ഇവിടുത്തെ പോലീസ് ചെയ്തിട്ടുള്ള നീതികേടും ഇവിടുത്തെ സർക്കാരുകൾ ആ പോലീസിനെ കൊണ്ട് കാണിച്ചിട്ടുള്ള അഭ്യാസങ്ങളുമാണ്. അതേപോലെ തന്നെ ഇപ്പോൾ സദാനന്ദ മാസ്റ്റർ വിഷയത്തിലായിക്കോട്ടെ, കെ ടി ജയകൃഷ്ണൻ മാസ്റ്ററുടെ വിഷയത്തിലായിക്കോട്ടെ, കണ്ണൂരിൽ നടന്നിട്ടുള്ള നിരവധി വിഷയങ്ങളായിക്കോട്ടെ, അങ്ങ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കേരളത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ അധികാരം വരുന്ന സമയത്ത് അവരുടെ കീഴിലുള്ള പോലീസ് മാന്മാർ കാണിക്കുന്ന ഒരു ചെറിയ വിഷയങ്ങളൊന്നുമല്ല ഇത്. അതിൻ്റെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് 2 മണിക്കൂർ ചർച്ച ചെയ്താലും തീർക്കാൻ സാധിക്കില്ല. ഇന്നൊരു വ്യത്യാസമുള്ളത്, അവരുടെ ഒരു വിഭാഗം ഗുണ്ടകൾക്ക് അവരുടെ ഏരിയ സെക്രട്ടറിമാരെ പോലും തിരിച്ചറിയുന്നില്ല, അവർക്കും കിട്ടുന്നു പണി എന്നുള്ളതാണ്. അവരിപ്പോൾ അത് മാധ്യമങ്ങളോട് പറഞ്ഞാൽ അതും പാർട്ടിക്കാർ എതിർപ്പ് പ്രകടിപ്പിക്കുന്നു എന്നുള്ളതെടുത്ത് ഒരു ചെറിയ മാറ്റം അവർക്കുണ്ടായിട്ടുണ്ട്. ഉള്ളിൽ നിന്നും അവർക്ക് പണി കിട്ടുന്നുണ്ടെന്നർത്ഥം. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ക്രിമിനലുകളെ തെരഞ്ഞു പിടിച്ച് പോലീസ് ഓഫീസർമാരാക്കിക്കൊണ്ട് ക്രിമിനൽ പ്രവർത്തനം അവർ നടത്തുമ്പോൾ അവർക്ക് കുട പിടിക്കുന്ന പ്രവൃത്തിയിലേക്ക് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ശൈലിയും അവരുടെ ആഭ്യന്തര വകുപ്പും അവരുടെ മുഖ്യമന്ത്രിയും അവരുടെ ക്യാബിനറ്റും മാറുമ്പോൾ കേരളത്തിലെ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഇതുപോലെ ദയനീയമായ സ്ഥിതിയിലേക്ക് പകച്ചു നിൽക്കുന്ന സമയത്ത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുണ്ട്. ഒരു വിഷയമായി പോലീസ് സ്റ്റേഷനിൽ കയറി ചെല്ലാൻ അവർക്ക് സാധിക്കുന്നില്ല. ഇവരെങ്ങനെ പെരുമാറുമെന്നറിയില്ല, ഇവർ ആർക്കെതിരെ കള്ളക്കേസ് ഇടുന്നറിയില്ല, ഇവരാരെ പിടിച്ചു കൊണ്ടുപോയി കൊല്ലുമെന്നറിയില്ല. ഇവരുടെ ഇടി, ഇവരുടെ ബഹളം, ഇവരുടെ ഭീഷണിപ്പെടുത്തൽ, ഇവർ ഗുണ്ടകൾക്ക് വേണ്ടി ഭീഷണിപ്പെടുത്തുന്നു, രാഷ്ട്രീയ നേതാക്കന്മാർക്ക് വേണ്ടി ഭീഷണിപ്പെടുത്തുന്നു, കണ്ണിക്കണ്ട ക്രിമിനലുകളുടെ വാക്കുകൾക്കനുസരിച്ച് പൊതുസമൂഹത്തെ നിയന്ത്രിക്കാൻ ഇറങ്ങുന്നു എന്ന് പറഞ്ഞാൽ കാക്കിയിട്ടവന്മാർ നാളെ നമ്മുടെ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, സമൂഹത്തിൽ അനുഭവിക്കുന്ന ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ദോഷം വരുന്ന മറ്റേത് വിഷയങ്ങളാണ് എങ്കിലും ഇവർ പാഞ്ഞെത്തി പരിഹരിക്കപ്പെടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ സമൂഹത്തിൽ ജീവിക്കുന്ന പൊതുസമൂഹത്തിന് എന്ത് നീതിയാണ് പിണറായി സർക്കാർ കൊടുക്കുന്നത്? ഒരു ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണല്ലോ, ആ ഭരിക്കുന്നവന്റെ ഉത്തരവാദിത്തമാണ് ഭരിക്കപ്പെടുന്നവന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കണം. അവൻ്റെ യഥാർത്ഥ ജീവിതത്തിലേക്ക്, അവൻ്റെ പ്രായോഗികമായ എല്ലാ രീതികളിലും അവനൊരു പ്രയാസം കൂടാതെ അവന് ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കേണ്ട ഉത്തരവാദിത്തമുള്ള സർക്കാർ പരിപൂർണമായി അവിടെ പരാജയപ്പെടുന്നു എന്ന് പറഞ്ഞാൽ, പരാജയപ്പെടുന്നതിനെ ന്യായീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ, പരാജയപ്പെടുത്താൻ കൂട്ടുനിൽക്കുന്ന ഫോഴ്സിനെ ബഹുമാനിച്ചുകൊണ്ട് അവരെ സസ്പെൻഡ് ചെയ്യുമ്പോഴും പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ, അവർക്ക് പ്രമോഷനോട് കൂടി ട്രാൻസ്ഫർ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ, അവരുടെ പാർട്ടിക്കാർ അവരെ സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഈ ക്രിമിനലുകളുടെ ഭയപ്പെട്ട് നാളെ പോലീസ് സ്റ്റേഷനുകളിൽ ഒരു നീതിക്ക് വേണ്ടി പോകാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. കോടതി നിരവധി വിഷയങ്ങളിൽ ഈ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടുള്ളതാണ്, വിഷയങ്ങൾ കണ്ടെത്തിയിട്ടുള്ളതാണ്. എന്നിട്ടും പിണറായി സർക്കാരിന് എന്തുകൊണ്ട് ഇതിനെ മാറ്റാൻ സാധിക്കുന്നില്ല? എന്താണ്? മുഖം നോക്കാതെ നടപടിയെടുക്കും. പിണറായി വിജയൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ആസ് എ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള, ആസ് എ ഹോം മിനിസ്റ്റർ ഓഫ് കേരള അദ്ദേഹത്തിന് പരിപൂർണ്ണ ഉത്തരവാദിത്തമില്ലേ? ഒരു പത്രം വായിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ല, അച്ഛൻ അമ്മയെ കൊല്ലുന്നു, അമ്മൻ അച്ഛയെ കൊല്ലുന്നു, പെങ്ങൾ ആങ്ങളെ കൊല്ലുന്നു, കാമുകി കാമുകനെ കൊല്ലുന്നു, അച്ഛൻ അമ്മായിമ്മയെ കൊല്ലുന്നു, അമ്മായി അമ്മായിച്ചനെ കൊല്ലുന്നു, ഒരുത്തൻ കള്ളു കുടിച്ച് കഞ്ചാവും വലിച്ച് 6 ആളുകളെ വെട്ടിക്കൊല്ലുന്നു, വേറൊരുത്തൻ ഒരു വീട്ടിൽ കയറി 2 ആളെ വെട്ടിക്കൊല്ലുന്നു പാലക്കാട്. ആ പാലക്കാട് വെട്ടിക്കൊന്നവന് പഴംപൊരി ചായയും ബിരിയാണിയും മേടിച്ചു കൊടുക്കുന്നു. ഇത്യാദി കാര്യങ്ങളൊക്കെ ഈ കേരളത്തിൽ നടമാടുന്നു എന്ന് പറഞ്ഞാൽ എന്തവസ്ഥയാണുള്ളത്? അടിയന്തരാവസ്ഥയെപ്പോലും ഭയപ്പെടുത്തുന്ന, അതിനേക്കാൾ ഭീകരമായ രീതിയിൽ പോലീസ് നായാട്ട് നടക്കുകയാണ്. ഈ തൃശ്ശൂരിനകത്ത് കഴിഞ്ഞൊരു സമരവുമായി ബന്ധപ്പെട്ട് പോയ സമയത്ത് BJPയുടെ ജില്ലാ അധ്യക്ഷനായിട്ടുള്ള ജസ്റ്റിൻ ജേക്കബിൻ്റെ നെറുകിലേക്ക്, തലയിലേക്ക് ഒരു പ്രകോപനമില്ലാതെ ഒരു പോലീസ് പ്ലാൻ ചെയ്തുകൊണ്ട് മാസ്ക് ഇട്ട് ഹെൽമെറ്റ് വെച്ച് ലത്തി കൊണ്ട് തലയിൽ അടിക്കുകയാണ്. ആ ലത്തി ഒടിഞ്ഞു പോകുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ആ ഇന്റൻഷൻ എന്തായിരുന്നു പോലീസിൻ്റെ? ഇവരുടെ അസോസിയേഷൻ ഉണ്ട്, കംപ്ലീറ്റ് ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയുടെ അസോസിയേഷൻ. ഏതെങ്കിലും ഒരു തരത്തിൽ ജനങ്ങൾക്കൊരു പ്രയാസം വന്നു കഴിഞ്ഞാൽ അവൻ്റെ ഒരു പരാതി പോലീസിനെതിരെ കൊടുത്താൽ 2 ഇൻക്രിമെന്റ് കട്ട് ചെയ്ത് പോകുന്ന കാര്യത്തിലേക്ക് പോലും എത്തണമെങ്കിൽ കാര്യം എത്ര പോകണം? അതിന് കൃത്യമായിട്ടുള്ള ജില്ലാ പോലീസ് ഓഫീസർ അന്വേഷിച്ചാൽ മതി എന്ന തീരുമാനം ഇവരല്ലേ എടുത്തത്? അപ്പോൾ എവിടെയാണ് ജനം പരാതി പറയേണ്ടത്? ഈ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സ്ഥലത്ത് ജനം എവിടെ പരാതി പറയുന്നു? പിണറായി വിജയനോട് എന്തെങ്കിലും പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അദ്ദേഹത്തിൻ്റെ കഴിവ് കുറവ്, പ്രാപ്തി കുറവ്, അല്ലെങ്കിൽ
അദ്ദേഹത്തിനെതിരെ കാണാനുള്ള ശേഷിക്കുറവ് എന്താണെന്ന് അറിയുന്നില്ല, പരാജിതനായതുകൊണ്ടാണെന്നും അറിയുന്നില്ല, അല്ലെങ്കിൽ ഇവരെ എന്തുകൊണ്ട് അദ്ദേഹം പേടിക്കുന്നു എന്നറിയുന്നില്ല. ഇദ്ദേഹത്തിന് ഈ പോലീസ് വിഭാഗത്തെ DGP എന്ന് പറയപ്പെടുന്ന ഒരാൾ ഇവിടെ ഉണ്ടല്ലോ, അദ്ദേഹത്തെ വിളിച്ച് എൻ്റെ കേരളത്തെ എൻ്റെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിനെ കൃത്യമായി കൊണ്ടു നടക്കാൻ കഴിവും നിങ്ങൾക്കില്ലെങ്കിൽ മാറി വേറെ ആൾക്ക് അത് കൊടുക്കണമെന്ന് പറയാനുള്ള ഉത്തരവാദിത്തമില്ല, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ ഇന്ന മാതിരി പോകണമെന്ന് പറയാനുള്ള ഉത്തരവാദിത്തം പിണറായി വിജയനില്ലേ? എന്തുകൊണ്ടാണ് ആഭ്യന്തരമന്ത്രിക്ക് അത് സാധിക്കാത്തത്? ആഭ്യന്തരമന്ത്രിയുടെ പരിപൂർണമായിട്ട് ഉത്തരവാദിത്തത്തിൽ ആ വിഭാഗം മൊത്തം നിൽക്കാത്തത് അവിടെയാണ് ഞാൻ പറയുന്നത്. രാഷ്ട്രീയ സർക്കാർ ഇടപെടലുകൾ കൃത്യമായി നടപ്പിലാക്കാതെ വരുന്ന സമയത്ത് ഉദ്യോഗസ്ഥ അവർക്ക് തോന്നുന്ന പോലെ അഴിഞ്ഞാടുമ്പോൾ ജനങ്ങളുടെ നെഞ്ചത്തേക്കാണ് ഇവർ ചവിട്ടുന്നത്. ഇവരുടെ ബൂട്ടിട്ട കാലുകൊണ്ട് ചവിട്ടുമ്പോൾ ഒരുപാട് അമ്മമാരുടെ കണ്ണീരാണ് വീഴുന്നത്, ഒരുപാട് മക്കളാണ് അനാഥത്വത്തിലേക്ക് പോകുന്നത്, ഒരുപാട് സഹോദരന്മാരാണ് മറ്റു സഹോദരന്മാരെ നഷ്ടപ്പെടുന്നത്, ഒരുപാട് സഹോദരിമാർക്കാണ് സഹോദരന്മാരെ നഷ്ടപ്പെടുന്നത്. ഒരുപാട് പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ അതാത് കുടുംബത്തുണ്ടാകുന്ന സമയത്ത് ഈ നഷ്ടപ്പെടുത്തുന്നവനെ ഒരു പ്രയാസം അനുഭവിക്കുന്നില്ല. അവൻ കാലത്തൊട്ട് വൈകുന്നേരം വരെ ഇടതുപക്ഷത്തിന്റെ അസോസിയേഷൻ മെമ്പറായി കഴിഞ്ഞാൽ അവനെ സംരക്ഷിക്കാൻ പോലീസ് വിഭാഗത്തിൽ തന്നെ ഇടതുപക്ഷ രാഷ്ട്രീയക്കാരുണ്ട്. പച്ച വെളിച്ചം പോലെയുള്ള മുസ്ലിം ഇസ്ലാമിസ്റ്റുകളുടെ തീവ്രവാദ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പോകുന്ന ഒരു വിഭാഗവുമായി ഡയറക്റ്റ് കണക്റ്റുള്ള പച്ച വെളിച്ചം പോലെയുള്ള മറ്റൊരു സംവിധാനം ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ ഭീകരവാദം ഇപ്പുറത്തുകൂടെ നടക്കുന്നുണ്ട്, ഇപ്പുറത്തുകൂടെ വേറെ രീതികൾ നടക്കുന്നുണ്ട്. എൻകൗണ്ടേഴ്സ് പലതും പല രീതികളിൽ നടത്തിയിട്ടുണ്ട്. അത് പല തരത്തിൽ ഈ കേരളത്തിൽ നടന്നിട്ടും അതൊന്നും പുറത്തു വന്നിട്ടില്ല. ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ ഉണ്ടെന്നിരിക്കെ ഇന്നും ആഭ്യന്തര വകുപ്പ് കണ്ണടച്ചുകൊണ്ട് ഇതൊന്നും അറിഞ്ഞിട്ടില്ല, ഇതൊന്നും കേട്ടിട്ടില്ല, ഇതൊന്നും ചെയ്തിട്ടില്ല, ഇതൊന്നും ഞങ്ങൾക്കറിയില്ല, സർക്കാരിന്റെ ഉത്തരവാദിത്തമല്ല എന്ന് അവർ നടിക്കുന്നിടത്താണ് നമ്മൾ ഇവിടെ ചർച്ചയ്ക്ക് പ്രസക്തി ഉണ്ടാകുന്നത്. കേരളത്തിനകത്ത് വോട്ട് ചെയ്തപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ജനവിഭാഗങ്ങൾ പ്രയാസവും പ്രതിസന്ധിയും അനുഭവിക്കുന്ന സമയത്ത് അവർക്ക് നീതി ലഭിക്കാൻ കിട്ടേണ്ട സ്ഥലത്ത് ചെല്ലുമ്പോൾ അവർക്ക് നീതികേടാണ് ലഭിക്കുന്നതെങ്കിൽ പറയാം, പലവർക്കും നീതിയും നീതികേടും ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവിലാണെന്ന് പറയാം. അല്ലെന്നേ, നെഞ്ചത്ത് കയറി ചവിട്ടുമ്പോൾ, അവനെ കമത്തി കെടുത്തി അവനെ ഉപദ്രവിക്കുമ്പോൾ, അവനെ തിരിഞ്ഞു നിർത്തി ഇടിക്കുമ്പോൾ അവന്റെ നെഞ്ചിലേക്ക് ഇവർ ആഞ്ഞു പറക്കുന്ന സമയത്ത് അനുഭവിക്കുന്നതിന്റെ വേദന ഇവർക്കറിയോ? ആ വേദന അനുഭവിച്ചിട്ടുണ്ട് എന്ന് നാഴികക്ക് 40 വട്ടം മൈക്കിന് മുമ്പിൽ പ്രസംഗിക്കുന്ന വ്യക്തിയല്ലേ പിണറായി വിജയൻ? അങ്ങ് അനുഭവിച്ച വേദനയോട് അങ്ങക്ക് വിഷമം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് നീതികേടായിരുന്നു എന്ന് അങ്ങയുടെ പ്രസംഗത്തിൽ പറയുന്ന കാര്യം ശരിയായിരുന്നുവെങ്കിൽ ഇന്നത്തെ പൊതുസമൂഹത്തിൽ അനുഭവിക്കുന്ന മരിച്ചുപോയ 17 പേരുടെ കാണിച്ച നീതികേടിനോട്, ആ കാണിച്ചവന്മാരോട് നിങ്ങൾ എന്ത് നടപടിയെടുത്തു? ഈ കേരള സമൂഹത്തിനോട് നിങ്ങൾ പറയാനുള്ള ഉത്തരവാദിത്തമില്ലേ? ഈ കേരള സമൂഹത്തിലെ ജനങ്ങൾ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങളും അതല്ലേ? എന്തിനാണ് നിരവധി അമ്മമാർ കോടതിയിൽ കയറി ഇറങ്ങുന്നത്? എന്നിട്ട് അവിടെ കൊല ചെയ്യപ്പെട്ടവർ അല്ലെങ്കിൽ കൊല ചെയ്യപ്പെട്ടവർക്ക് ആരാണോ അതിന് ഉത്തരവാദികൾ അവർ ഇന്ന് സുഖമായി നടക്കുന്നു, അവർ ജോലിയിൽ സുഖമായി പോകുന്നു. എന്തടിസ്ഥാനത്തിൽ? എൻ്റെ മകനെ കൊന്നത് വേറെ ആരാണ്? അത് പറയാൻ, അത് അറിയാനുള്ള ഉത്തരവാദിത്വം എനിക്ക് ഉണ്ട്, അത് പറയാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുമുണ്ട്, അതറിയാനുള്ള അവകാശം എനിക്കുമുണ്ട് എന്ന് ഈ കേരളത്തിൽ ഒരു അമ്മ കരഞ്ഞു പറയുമ്പോൾ, 82 വയസ്സായ അമ്മ കരഞ്ഞു പറയുന്ന സമയത്ത് പിണറായി ആരെ നോക്കി ഇതിന് മറുപടി പറയും? ആ കേരളത്തോടാണോ പിണറായി പറയുന്നത്? ലോകം കേരളത്തെ നോക്കുന്നുവെന്ന്. തല്ലിക്കൊല്ലാനും വെട്ടിക്കൊല്ലാനും ബോംബെറിഞ്ഞു കൊല്ലാനും നടന്നു പോകുന്ന സമയത്ത് ഓടിച്ചിട്ട് തല്ലിക്കൊല്ലാനും വീറുന്ന ഈ കേരളത്തിനകത്ത് ഏത് ലോകം ഇങ്ങോട്ട് നോക്കുന്നതാണ് പിണറായി വിജയൻ പറയുന്നത്? ഏത് ക്രിമിനലുകളെ വാഴ്ത്തപ്പെടുന്ന ഈ നാടിനകത്ത് ഏത് ലോകം നോക്കി കേരളത്തെ വാഴ്ത്തിപ്പാടുന്നു എന്നാണ് ഈ കേരളത്തിലെ സർക്കാർ പറയുന്നത്? അവിടെയാണ് ശ്രീ ശ്യാം ബാബു നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്. രാഷ്ട്രീയ താല്പര്യത്തിന് മാത്രം നിലകൊണ്ടുകൊണ്ട് ഇടതുപക്ഷ രാഷ്ട്രീയ സംവിധാനങ്ങൾ പോലീസ് സംവിധാനത്തെ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിനകത്ത് മനസമാധാനം എന്ന് പറയപ്പെടുന്നത് വേണ്ട എന്നും സമാധാനാന്തരീക്ഷത്തിലൂടെ ആരും ജീവിക്കണ്ട എന്നുള്ള രാഷ്ട്രീയ ലൈനോടുകൂടിയാണ് ഈ സർക്കാർ പ്രവർത്തിക്കുന്നത്. ആ സർക്കാർ പ്രവർത്തിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷേ 10 കൊല്ലമായിട്ട് ജനങ്ങൾ അനുഭവിക്കുന്ന വേദനകൾ, യാതനകൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകളെല്ലാം അടുത്ത തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയന് അട്ടിയിട്ട് കേരളത്തിലെ വോട്ടർമാർ കൊടുക്കും. കാരണം അവർ 10 കൊല്ലം മനസ്സിൽ ഒതുക്കി വെച്ച് അനുഭവിച്ച യാതനകളുടെ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ അവർക്ക് പ്രതികരിക്കാൻ സാധിക്കുക വിരൽ തുമ്പിലൂടെ വോട്ട് ചെയ്യുമ്പോഴാണ്. അത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായിട്ടുള്ള തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും പിണറായി വിജയൻ അതിൻ്റെ കയ്പുനീര് അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. പക്ഷേ ജനകീയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാവും. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകനോട് പോലീസ് ഈ സംവിധാനം കാണിച്ചാലും അത് അംഗീകരിക്കാവുന്നതല്ല. അത് ഒരു തരത്തിലും വരാപ്പുഴയിലെ ശ്രീജിത്തിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അതിനുശേഷം മുഖ്യമന്ത്രി എത്രയോ തവണ ആ മേഖലയിലൂടെ കടന്നുപോയി കാണും. ഒരുപക്ഷെ ശ്രീജിത്തിന്റെ ആ യുവാവിൻ്റെ വീടിൻ്റെ മുറ്റത്തുകൂടി എത്രയോ തവണ 35 വണ്ടികളുടെ അകമ്പടിയോടുകൂടി ചീറിപ്പാഞ്ഞിട്ടുണ്ടാവാം. ഒരു നിമിഷം ഒരു സാന്ത്വനമായി ഒന്ന് അങ്ങോട്ടേക്ക് കയറിപ്പോകാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നോ അന്ന് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം.